ഹായ്, ഞാൻ സാബു ജോസഫ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളിരിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള ചില സീക്രട്ടുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ കമൻറ്റിൽ റെഡിയാണെന്ന് ടൈപ്പ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് പേര് പറയാറുള്ള കാര്യമാണ് മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ടെക്നിക്കൊക്കെ ചെയ്തിട്ടും അത് റിസൾട്ട് കിട്ടിയില്ലെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണം എന്നറിയാമോ? നിങ്ങൾക്ക് പലപ്പോഴും വേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ആ ഒരവസ്ഥയാണ് ഉള്ളത്. ഇത് പറയാനായിട്ട് കാരണം കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വാട്ടർ ടെക്നിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതേണ്ട രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് ആഗ്രഹമാണെന്ന് നടക്കേണ്ടത് അത് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞ് എഴുതണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ജോലി കിട്ടാനാണെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഇത്ര സാലറിയുള്ള ജോലി അങ്ങനെ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്നോട് സംശയം ചോദിച്ചതാണ്. അദ്ദേഹം ചോദിച്ചതാണ്, സർ എനിക്ക് ജോലിയൊന്നുമില്ല, അപ്പം ഞാൻ പിന്നെ എങ്ങനെ കമ്പനിയുടെ പേര് എഴുതുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് എവിടെയാണ് ജോലി വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ലെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അതായത് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എവിടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള തരത്തിൽ. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടുന്നത് ജോലിയാണെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളെ പറയുന്ന കാര്യം മനസ്സിലാവില്ല. ഉദാഹരണം ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു കടയിൽ പോയിട്ട് നിങ്ങളൊരു സോപ്പ് വാങ്ങിക്കുകയെന്ന് വിചാരിച്ചോ. ആ സോപ്പ് വാങ്ങിക്കാണ്ട് നിങ്ങൾ കടയിൽ ചെന്നിട്ട് സാധാരണ രീതിയിൽ സെയിൽസ്മാനോട് എനിക്കൊരു സോപ്പ് തന്നാൽ മതി എന്നാണോ പറയാറുള്ളത്? നിങ്ങൾ കൃത്യമായിട്ട് പറയും, ഇന്ന ഒരു ബ്രാൻഡ് ഇത്ര രൂപയുടെ അല്ലെങ്കിൽ ഇത്ര റേഞ്ചിലുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന ബ്രാൻഡ് എന്ന് പറയും. ഇപ്പോൾ നമ്മളൊരു വാഹനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും അങ്ങനല്ലേ, ഷോറൂമിൽ പോയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കാറ് തരൂ, ഞാൻ ഏതെങ്കിലും ഒരു കാറ് വാങ്ങിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ പറയാറുള്ളത്? അല്ല. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. ഇതുപോലെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, 5 മിനിറ്റ് സമയം ഞാൻ തരും, അതിനുള്ളിൽ നിങ്ങൾ എന്നോട് പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നിങ്ങൾക്ക് എന്ത് പറയാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. 5 മിനിറ്റ് ഒന്നും പോരാ, ഞാൻ കുറച്ച് ആലോചിക്കാനുണ്ട്, എനിക്ക് കൃത്യമായിട്ടൊന്ന് പറയണമെങ്കിൽ, കാരണം 5 മിനിറ്റിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ എന്ന് പറയുമോ? ഇത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. നിങ്ങൾക്ക് പല കാര്യവും മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന റീസൺ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്കത് തരുന്നത്? എങ്ങനെയാണ്? അപ്പോൾ ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. ചില ആൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയും, സാർ ഒരുപാട് കടമുണ്ട്. എത്ര രൂപ കടമുണ്ടെന്ന് വെച്ചാൽ അവർക്കത് അറിയില്ല. വാസ്തവത്തിൽ കുറേ കടമുണ്ടെന്ന്. ഈ കുറേ കടം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടോ അതിന്? ഞാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കടം വീട്ടാനുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരാം, എത്ര രൂപ നിങ്ങൾക്ക് കടമുണ്ടെന്ന് ചോദിച്ചാൽ കുറേ കടമുണ്ടെന്ന് പറഞ്ഞാൽ അതിന് ക്ലാരിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യത്തിനാണെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി വേണം. അപ്പോൾ ജോലിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ അദ്ദേഹം ചോദിച്ചുള്ളൊരു മറുപടി കൂടിയാണ് ഇപ്പോൾ പറയുന്ന ഈ വീഡിയോയിലൂടെ. ഇതുപോലെ മറ്റുള്ളവർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോലി വേണമെങ്കിൽ എവിടെയാണ് എനിക്ക് ജോലി വേണ്ടത്, ഏത് സ്ഥാപനത്തിലാണ് ജോലി വേണ്ടത്, അങ്ങനെ നമുക്കൊരു ഡ്രീം വേണ്ടേ? അതിനൊരു ക്ലാരിറ്റി വേണം. ഇന്ന സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ആഗ്രഹിക്കുന്നത്, ഇന്ന കമ്പനിയിലാണ്, എന്ത് തസ്തികയിലാണ് ആ ജോലി, അതും ക്ലാരിറ്റി വേണം. അല്ലെങ്കിൽ ഒരു തസ്തികയിൽ ഒരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ എന്താണ് ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എന്താ പറയുക, അവിടെ എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ടാണോ പറയുന്നത്? അല്ലല്ലോ. അപ്പോൾ കൃത്യമായ രീതിയിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് യൂണിവേഴ്സിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കണ്ണടച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അമ്മയുടെ ഒരു ചിത്രം മനസ്സിലൊന്ന് കാണുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും അമ്മയുടെ ആണോ ചിത്രം മനസ്സിൽ കാണുന്നത്? അല്ലല്ലോ, നിങ്ങളുടെ അമ്മയെ തന്നെയല്ലേ നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്. എന്നതുപോലെ നമ്മുടെ ഉപബോധ മനസ്സിന് മനസ്സിലാവണമെങ്കിൽ അതിനൊരു ക്ലാരിറ്റി വേണം, ഒരു ഇമേജ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾക്ക് എത്ര ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹങ്ങൾ വളരെ വൃത്തിയായിട്ട് ഒരു ബുക്കിൽ നിങ്ങൾ എഴുതുക.
എഴുതുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഇന്ന കടം വീട്ടണം, ഇന്ന കാര്യം നടക്കണം എന്നല്ല നിങ്ങൾ പറയേണ്ടത്. കാരണം നിങ്ങൾ പറയുന്നത് എപ്പോഴും അത് നടന്നു കഴിഞ്ഞ ഫീലിങ്ങിലാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നടന്നിട്ടില്ല, പിന്നെ നടന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പക്ഷെ യൂണിവേഴ്സിന് മനസ്സിലാകുന്ന ഭാഷയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ആഗ്രഹമാണ് നിങ്ങൾക്ക് നടക്കേണ്ടത്, ആ ആഗ്രഹം ഇപ്പോൾ നടന്നു കഴിഞ്ഞ ആ ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾ വരണം. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കടബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 5 ലക്ഷം രൂപ അടച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് എന്തായിരിക്കും? നിങ്ങൾക്ക് വളരെ സമാധാനം തോന്നില്ലേ, സന്തോഷം തോന്നില്ലേ? അതിപ്പോൾ അനുഭവിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നത്, കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഇത് തമാശയാണോ കാര്യമാണോ എന്നൊന്നും തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ അനുഭവിക്കുന്ന സമാധാനം, സന്തോഷം അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഇപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യമാണ്, അയാൾക്ക് കിട്ടി, അയാൾ അതിലായിരുന്നുകൊണ്ടാണ് സന്തോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരാനായിട്ട് യൂണിവേഴ്സിന് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട്. അല്ലാതെ നിങ്ങൾ ഒരു ക്ലാരിറ്റി ഇല്ല, ഉള്ളിൽ വിശ്വാസവുമല്ല, കിട്ടിയാൽ കിട്ടി. ഒരുപാട് പേര് പറയുന്നതാണ്, ഞാൻ ഒരുപാട് ടെക്നിക്ക് ചെയ്തു. പിന്നെ അതോടൊപ്പം ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിലുള്ള നെഗറ്റീവ് ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക, അത് ഹീൽ ചെയ്യുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതൊന്നും ചെയ്യാതെ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് ഒരു സൗജന്യ സദ്യ ഉണ്ണാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന് പണം കൊടുക്കണമെന്ന് അർത്ഥമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മിലുള്ള ബ്ലോക്കുകളെ റിമൂവ് ചെയ്യണം. നിങ്ങളൊരു കാർ ഓടിക്കണമെങ്കിൽ, നിങ്ങൾ ഡ്രൈവർ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡ്രൈവിംഗ് പഠിക്കണ്ടേ? അതിന് തയ്യാറല്ലാതെ ഷോർട്ട് കട്ട് ഉണ്ടോ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട്, ഡ്രൈവർ ആകാനായിട്ട്? എന്നതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ആഴത്തിലുള്ള പോയിന്റ് ഇതാണ്. ഇതുകൊണ്ടാണ് ഏറെ പേർക്കും ഇവിടെ 80% ആളുകളും അവരുടെ ജീവിതത്തിൽ വിജയിക്കാത്തതും 20% മാത്രമേ ആളുകൾ വിജയിക്കുന്നതിൻ്റെയും രഹസ്യം ഇതാണ്, കാരണം ഇതാണ്. ആ 20% ആളുകൾ അവരുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറ്റാൻ തയ്യാറാണ്. ഓക്കെ, 80% ആളുകൾ അവരിതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കണ്ണടച്ചിരുന്ന് കണ്ണു തുറക്കുമ്പോൾ അനുഗ്രഹങ്ങൾ, നേട്ടങ്ങളൊക്കെ നമ്മുടെ ഉള്ളകയിലേക്ക് ഇങ്ങനെ വന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അത് നടക്കുമോ? അങ്ങനെ നടക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യാൻ, നിങ്ങളിലുള്ള ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുണ്ട്, നെഗറ്റീവ് ബ്ലോക്കുകളുണ്ട്. ഇതിനെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാതെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെയുള്ള ബ്ലോക്കുകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് അതിന് വ്യക്തമായിട്ടുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബ്ലോക്കുകളെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫിനെല്ലാം പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ടെക്നിക്കുകളൊക്കെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പിന്നെ അത് നിങ്ങൾ വിശ്വസിക്കണം. അത് പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോയിൻ്റാണ്. നിങ്ങൾക്കിത് നടന്നു കിട്ടിയാൽ കിട്ടി, ഇത് കിട്ടുമെന്നാവോ എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നടക്കില്ല. വാസ്തവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു യൂണിവേഴ്സ്, ഈ പ്രപഞ്ച സത്യം, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ സംഭവിക്കും. നിങ്ങൾ കയ്യിലിരിക്കുന്ന ഒരു പേന കൈവിട്ടാൽ താഴേക്ക് വരും. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കുന്ന കാര്യമല്ലേ. എനിക്കതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേന കയ്യിലെടുത്തിട്ട് കൈ വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് വരാതിരിക്കുമോ? ഇല്ല, വരിക തന്നെ ചെയ്യും. എന്നതുപോലെ ഇത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ വീടൊന്ന് പെയിൻറ്റ് ചെയ്യാനായിട്ട് പെയിൻറ്റേഴ്സിനെ വിളിച്ചു വരുത്തിയാൽ അവരെ എന്താ ചെയ്യുന്നത്? നേരെ വന്നിട്ട് വീട് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണോ ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമായിരിക്കുമല്ലോ, നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. എന്താണ് ചെയ്യുന്നത്? ആദ്യം ആ വീടിലുള്ള പഴയ പെയിൻറ്റ് ചുരണ്ടി മാറ്റി നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് അതിന് ശേഷമാണ് പുതിയ പെയിൻറ്റ് അവിടെ അടിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളിലുള്ള നെഗറ്റീവ് ബ്ലോക്കുകളെയും എല്ലാം, ലിമിറ്റിംഗ് ബിലീഫ്സിനെയും ഇന്നർ ചൈൽഡ് ട്രോമാസ്, ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ പ്രിൻ്റായി കിടക്കുന്നതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്തിട്ട് വേണം പുതിയ കാര്യങ്ങളെ നിങ്ങളെ സ്വീകരിക്കാൻ പ്രാപ്തമായ രീതിയിലേക്ക് മനസ്സിനെ ഒരുക്കാൻ. നിങ്ങളൊരു കൃഷി ചെയ്യുമ്പോൾ മണ്ണ് വെറുതെ പാടത്ത് നെൽകൃഷിയൊക്കെ ചെയ്യുന്നവർ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ആ കൃഷി ഇടം ഒരുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അല്ല നേരെ ചെന്ന് അവിടെ വിത്തിട്ട് നേരെ കൃഷി ചെയ്യണോ ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഈ ആദ്യം പറഞ്ഞ കാര്യം എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. അപ്പോൾ നിങ്ങളെ തന്നെ ഒരുക്കാനായിട്ട് തയ്യാറാവുക. ഇതല്ലാതെ ഷോർട്ട് കട്ടില്ല.
ഓക്കെ, നിങ്ങൾ തന്നെ ഒരുക്കുക നിങ്ങളിലുള്ള പ്രോബ്ലംസിന് 100%. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞു, നിങ്ങളൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ കേട്ടുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും നിങ്ങൾ എവിടെയാണ് സ്റ്റക്കായി നിൽക്കുന്നത് അതിനെ മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരുപാട് ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്, പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ട് തയ്യാറാവുമ്പോഴാണ് നിങ്ങളിലേക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് വരുന്നത്. പ്രിയപ്പെട്ടത്, നിങ്ങൾ അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് നടന്ന് കിട്ടും. അത് നടന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ കയ്യിലേക്ക് വീണ് കിട്ടുകയല്ല ചെയ്യുന്നത്. ആ കാര്യം തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ യൂസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടുന്ന സാഹചര്യങ്ങളെയും വ്യക്തികളെയും സന്ദർഭങ്ങളെയും അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ എത്തിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, ആക്ഷൻ പ്ലാൻ. ഓക്കെ, അത് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ മുന്നിലേക്ക് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളിൽ ചില ബ്ലോക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ടി വി ഡിഷ് ആൻറ്റിനൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കേബിളും അകത്തെ ടി വി ആയിട്ടുള്ള കണക്ഷൻ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് സിഗ്നൽ നിങ്ങളുടെ ടി വിയിലേക്ക് കിട്ടുമോ? കിട്ടില്ല. നിങ്ങളുടെ മൊബൈൽ വലിയ വില കൂടിയ മൊബൈലാണ്, ആപ്പിൾ ഫോണാണ്, ഐഫോണാണ്, 2 ലക്ഷം രൂപയുടെ ഫോണാണെന്ന് വിചാരിക്കുക, പക്ഷേ അതിന് സിം കാർഡ് ഇല്ല അതിനകത്ത് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ആ കണക്ഷൻ സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഈ ഫോണും ഈ കണക്ഷനും തമ്മിൽ ഒരു റിസീവ് ചെയ്യാനായിട്ടുള്ള ഒരേ വേവ് ലെങ്ത്തിലേക്ക് ട്യൂൺ ചെയ്യപ്പെടണം. അപ്പോഴാണ് സിഗ്നലുകൾ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് അബണ്ടൻസ്, സമ്പത്ത് എല്ലാം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങളുടെ മുന്നിൽ വരെ വന്ന് നിൽക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന് പ്രാപ്തമായ രീതിയിൽ ട്യൂൺ ചെയ്യപ്പെടണം. ഈ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഈ കണക്ഷൻ വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങൾ വളരെ ക്ലാരിറ്റിയോട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ 2-3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ വളരെ ക്ലാരിറ്റി വേണം, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള ക്ലാരിറ്റി വേണം. നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങളിലുള്ള ബ്ലോക്കുകൾ, നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകൾ ഹീൽ ചെയ്യാണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യണം. ഈ 3 കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ കൃത്യമായ ഗൈഡൻസ് നിങ്ങൾക്ക് തരും. അത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് അത് ലഭിക്കുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇത് ഡെയിലി നിങ്ങൾ എഴുതി വയ്ക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ. അത് രാവിലെയും വൈകിട്ടും നിങ്ങളൊന്ന് വായിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ദിവസവും എഴുതുക. ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഒരുപാട് ടെക്നിക്കുകളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനൊക്കെ തയ്യാറാണ്. അതിനായിട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാണ്.